ഈ കാഴ്ച കണ്ട് നിങ്ങൾ ആരും തട്ടിമാറ്റരുത് പ്രിയപ്പെട്ടവരെ. വല്ലാത്തൊരു ദയനീയ അവസ്ഥയാണ്. വളരെ എമർജൻസി ആയ വീഡിയോ ആണ്. നിങ്ങളുടെ ഫാമിലി ഗ്രൂപ്പ്, നിങ്ങളുടെ ഫ്രണ്ട്സ് ഗ്രൂപ്പിലേക്ക് എത്രയും പെട്ടെന്ന് ഷെയർ ചെയ്ത് ഈ ഭാര്യ ഭർത്താവിന്റെ കണ്ണീരൊപ്പാൻ ഞങ്ങളോടൊപ്പം നിങ്ങൾ എല്ലാവരും സഹകരിക്കണേ. ആസ്പത്രി തിരിച്ചു പോകുന്നിങ്ങനെ ആക്കി തരണേലൊക്കെ വേറെ നിവർത്തിയില്ലാത്ത കൊണ്ട് നിങ്ങളോട് സഹായം ചോദിക്കുന്നതാണ്. ആരും എന്നെ കൈവിടല്ലേ, എനിക്ക് വേണ്ടിട്ട് ദുആർക്കാണ്. ആരും എന്നെ കൈവിടല്ലേ, എനിക്ക് എന്റെ മാപ്പിളയും എന്റെ മോളും അല്ലാണ്ട് വേറെ ആരും ഇല്ല. ഈ ഒരു ബ്ലഡ് ഇങ്ങനെ വന്ന് ഇത് കണ്ടില്ലേ, എന്താ ശരീരത്തിൽ നിന്ന് വരുന്ന മേച്ഛമായ സഹിക്കാൻ പറ്റാത്ത വേദന കൊണ്ട് പെടയും. പാവ കൊറേ കഷ്ടപ്പെട്ട് ഞാൻ ഇനി വരുന്നതല്ല, എന്റെ മാപ്പിളനെ കൊണ്ട് ഒന്നും കഴിയുന്നില്ല. എന്നെ അതിനെ കൊണ്ട് ഞാൻ നിങ്ങളോട് അപേക്ഷിക്കുന്നതാണ്. എന്നെ ആരും കൈവിടല്ലേ. 2.5 മാസമായി ഹോസ്പിറ്റലിൽ എന്നെ ഞാൻ വേദന തിന്നത്. എന്റെ കാലിന്റെ മേലെല്ലാം പോയി. ആരും എന്നെ കൈവിടരുത് റബ്ബേ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. പ്രിയപ്പെട്ടവരെ നമസ്കാരം. ഞാൻ ജാബിർ നിസാമിയാണ്. ദയവ് ചെയ്ത് പ്ലീസ് ഈ വീഡിയോ കാണുന്ന കേൾക്കുന്ന എല്ലാവരും എത്രയും പെട്ടെന്ന് ഈ വീഡിയോ നിങ്ങളുടെ ഫാമിലി ഗ്രൂപ്പ്, നിങ്ങളുടെ ഫ്രണ്ട്സ് ഗ്രൂപ്പിലേക്ക് എത്രയും പെട്ടെന്ന് ഷെയർ ചെയ്യണം പ്രിയപ്പെട്ടവരെ. ഞാനിപ്പോൾ ഉള്ളത് മംഗലാപുരം ആസ്പത്രിയിലാണ്. കൊടക് ജില്ലയിലെ ഗോണികൊപ്പ എന്ന് പറയുന്ന പ്രദേശത്ത് താമസിക്കുന്ന റസീന എന്ന് പറയുന്ന ഈ സഹോദരി, കേവലം 34 വയസ്സ് മാത്രം പ്രായമുള്ള ഈ സഹോദരിയുടെ ദയനീയ അവസ്ഥ, ആ കാലിന്റെ കാഴ്ച നിങ്ങൾ കണ്ടു നോക്ക്. ഈ പൈപ്പ് കണ്ടോ? ഈ പൈപ്പിലൂടെ ഇങ്ങനെ വരുന്നത് ബ്ലഡുകളാണ്. ആ ശരീരത്തിൽ നിന്ന് ഒലിച്ചു വരുന്ന വേസ്റ്റുകളാണ് പ്രിയപ്പെട്ടവരെ. ഓരോ അവയും എല്ലിനൊക്കെ ബാധിച്ച് കാലിന്റെ ഓരോ അവയവങ്ങളും മുറിച്ചു മാറ്റപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. കാഴ്ച നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. വല്ലാത്ത അവസ്ഥയാണ്. ഒരുപാട് വർഷമായി ഇദ്ദേഹം പ്രവാസ ലോകത്ത് കുവൈത്തിൽ ജോലി ചെയ്യുന്ന, നമ്മുടെ കൊടകിലെ ഒരുപാട് ഗ്രൂപ്പില് പാവങ്ങൾക്ക് വേണ്ടി എന്തെങ്കിലും ഒരു വിഷയം ഉണ്ടാകുമ്പോൾ ഇടപെടുന്ന, പ്രവാസ ലോകത്ത് നിൽക്കുന്ന പ്രിയപ്പെട്ട സുഹൃത്ത് ഹനീഫ താവൂർ ഇന്നവരെ ഒരുപാട് ആളുകളെ സഹായിച്ച തന്റെ കയ്യിലുണ്ടായ എല്ലാ സമ്പാദ്യം ബാക്കിയുള്ള ആൾക്കാരും മാറ്റത്തിലുള്ള സഹായം കാര്യങ്ങളിലായതുകൊണ്ട് ചികിത്സ ഇതുവരെ എത്തി. ഇനി അങ്ങോട്ടേക്ക് മുമ്പോട്ടേക്ക് ചികിത്സയ്ക്ക് ഒരുപാട് പൈസൻ്റെ ആവശ്യമുണ്ട് ഡോക്ടർമാർ പറയുന്നുണ്ട്. അതുകൊണ്ട് എല്ലാവരും അകന്ന് സഹായിക്കണം. മുഴുവനും ഈ പ്രിയപ്പെട്ട ഭാര്യയ്ക്ക് വേണ്ടി ചെലവാക്കി ഇന്ന് മാസങ്ങളായി ഈ ആസ്പത്രിയിൽ കിടക്കുന്നത്. ഈ പെരുന്നാൾ കഴിഞ്ഞു, റമദാന് കഴിഞ്ഞു. പെരുന്നാളൊക്കെ കഴിഞ്ഞപ്പോഴും ഈ ഭാര്യ ഭർത്താവ് ആകെയുള്ള 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു പൊന്നുമോളെ കാണാതെ വല്ലാത്തൊരു വിഷമത്തിലും വേദനയിലാണ് ഈ സഹോദരി ഉമ്മ. പ്രിയപ്പെട്ടവരെ, ചെറുപ്രായമാണ്, 34 വയസ്സ് മാത്രമാണ് ആയിട്ടുള്ളത്. ഒരു പ്രത്യേക രോഗം ബാധിച്ച് ഇപ്പോൾ ഓരോ കഷ്ണായിട്ട് മുറിക്കപ്പെടുന്ന ഒരവസ്ഥയാണ്. ആ കാലിന്റെ കാഴ്ചകൾ, ആ കെട്ട് നയിച്ചു കഴിഞ്ഞാൽ അതിന്റെ ഉള്ളിലുള്ള അവസ്ഥകൾ കണ്ടാൽ ഹൃദയമുള്ള ഒരാൾക്ക് പോലും സഹിക്കാൻ പറ്റൂല. പ്രിയപ്പെട്ടവരെ, നമ്മളെ പെങ്ങളെ പോലെ, ഒരു സഹോദരിയെ പോലെ കണ്ട ഈ സഹോദരിയുടെ നല്ല ദീനീബോധമുള്ള, നല്ല സംസ്കാരമുള്ള ഒരു കുടുംബമാണ് പ്രിയപ്പെട്ടവരെ. വല്ലാത്തൊരു അവസ്ഥയാണ്. 10 ലക്ഷം രൂപ കണ്ടെത്താൻ നിങ്ങൾ എല്ലാവരും സഹായിക്കണം. നിങ്ങളുടെ ഫാമിലി ഗ്രൂപ്പ്, ഫ്രണ്ട്സ് ഗ്രൂപ്പിലൊക്കെ ഇതൊന്ന് പരമാവധി ഷെയർ ചെയ്യണം. തട്ടിമാറ്റരുത് പ്രിയപ്പെട്ടവരെ. വല്ലാത്തൊരവസ്ഥയാണ്. ഈ സഹോദരി ഞാൻ ഇവിടെ വന്നപ്പോ വേദന കൊണ്ട് നിറകണ്ണുകളോടെ തന്റെ വേദന പറഞ്ഞ്, തന്റെ വിഷമം പറഞ്ഞ് നിറകണ്ണുകളോടെയാണ് ആ സഹോദരി നമ്മുടെ മുമ്പിലൊക്കെ സഹായം ചോദിക്കുന്നത്. ഒരു നിവൃത്തിയില്ലാത്തത് കൊണ്ടാണ് പ്രിയപ്പെട്ടവരെ ഇത്രയും ഒരു സാഹചര്യത്തിൽ നിങ്ങളുടെ മുമ്പിലൊക്കെ വന്നത്. കാരണം പരമാവധി നമ്മൾ നേരത്തെ ഒരു ചികിത്സക്ക് വേണ്ടി ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കി. ആ ഗ്രൂപ്പിൽ പരമാവധി ഇത്രയും വീഡിയോ ചെയ്യാതെ എന്തെങ്കിലും സഹായിക്കണമെന്ന് മനസ്സിലാക്കി പരമാവധി നമ്മൾ ചെയ്തു, അല്ലെ? പരമാവധി അദ്ദേഹത്തിന് അറിയാം. ഞാൻ തന്നെ ഇടപെട്ട്, ഞങ്ങളെ കൊടകിലുള്ള പ്രധാനപ്പെട്ട ആളുകളൊക്കെ ഇടപെട്ട് പരമാവധി നമ്മൾ ചെയ്തു. പക്ഷെ ഇനിയും ചികിത്സക്ക് വീണ്ടും ആവശ്യമുള്ളത് ഈ കണ്ണിന്റെ കാഴ്ച നഷ്ടപ്പെടാതിരിക്കാൻ, ഈ ജീവൻ നിലനിർത്താൻ, ഈ വേദനയിൽ നിന്നൊരു മുക്തി നേടാൻ പ്രിയപ്പെട്ടവരെ ഈ വീഡിയോ ഒന്ന് പരമാവധി ഷെയർ ചെയ്യണം. നല്ലൊരു കുടുംബമാണ്, നല്ലൊരു മനുഷ്യന്മാരാണ്. ദയവ് ചെയ്ത് എല്ലാവരും സഹായിക്കണമെന്ന് വിനയത്തിന്റെ ഭാഷയിൽ അഭ്യർത്ഥിക്കുകയാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. വലിയ ദുരന്തമായിട്ട് നമ്മളെ കണ്ണുമുന്നിൽ കാണേണ്ടി വരും. കരുണയുള്ളവരെ, നിങ്ങളെല്ലാവരും അതിലേക്ക് നിങ്ങളുടെ കഴിവിന്റെ പരമാവധി നിങ്ങൾ സഹായം ചെയ്യണം എന്ന് ഞങ്ങളുടെ മഹല്ല് പ്രസിഡന്റായ ഞാൻ നിങ്ങൾ അഭ്യർത്ഥിക്കുകയാണ്. അസ്സലാമു അലൈക്കും. ബഹുമാന്യ സഹോദരങ്ങളെ, നമ്മളെ നാട്ടുകാരിയായ റസീന എന്ന സഹോദരി വളരെ മാരകമായ ഗാംഗ്രീൻ ബാധിച്ച് കാലുകൾ മുറിച്ചു കളഞ്ഞ് മംഗലാപുരം ഹോസ്പിറ്റൽ ചികിത്സയിലാണ്. ഉസ്താദ് പറഞ്ഞതുപോലെ വളരെ പ്രയാസത്തിലാണ്, വളരെ പ്രയാസം അനുഭവിക്കുന്ന കുടുംബമാണ്. എല്ലാവരും കഴിവിൻ്റെ പരമാവധി ഈ ഒരു വിഷമസന്ധിയിൽ എല്ലാവരും ഇത് അറിഞ്ഞുകൊണ്ട് തന്നെ സഹായിക്കണമെന്ന് വളരെ വിനയത്തോടുകൂടി അഭ്യർത്ഥിക്കുന്നു. ഹനീഫ എന്ന് പറയുന്ന ആ സഹോദരിയുടെ ഭർത്താവിന്റെയും അതേപോലെ ആ സഹോദരി റസീനയുടെ പേരിലുള്ള
ഫെഡറൽ ബാങ്കും അതുപോലെ കനറ ബാങ്കിലുള്ള അക്കൗണ്ടാണ് ഇതിന് നൽകുന്നത്. അവരെ പേരിലുള്ള ഗൂഗിൾ പേ അക്കൗണ്ട് നിങ്ങൾ സഹായിക്കണമെന്ന് അഭ്യർത്ഥിച്ച് നിർത്തുകയാണ്. നന്ദി, നമസ്കാരം, അസ്സലാമു അലൈക്കും.